Welcome back to Bosco Campus Vision. This is Nancy, Assistant Professor, Department of Computer Application, Don Bosco College, Kottayam. This is the 15th lecture of Web Design and Production for Business. Topic: Guidelines for Writing the Web. The guidelines for good writing are: first one, know your audience. Second one, keep your pages short. Third one, descriptive titles. Fourth one, clear and simple language. Fifth one, break it up. Sixth one, do not copy printed materials. Seventh one, use images. Eighth one, use the inverted pyramid method. Ninth one, build trust. These are the guidelines for writing a good web. There are many things that constitute good writing. They include correct spelling, good grammar, as well as interesting content. So that the guidelines would be helpful in drafting a good web content. First one, know your audience, keep your pages short, descriptive titles, clear and simple language, break it up, do not copy printed materials, use images, use the inverted pyramid method, and the last one is build trust. First one, know your audience. For whom you are writing for, what are their needs, why they come to your web page, what is their level of expertise. നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ എഴുതുന്നത്, എന്താണ് അവരുടെ ആവശ്യം, എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ വെബ് പേജിൽ വരുന്നത്, അവരുടെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അതായത് അയാളുടെ വെബ്സൈറ്റിൻ്റെ ഓഡിയൻസിനെ പറ്റിയിട്ടുള്ളൊരു മുൻധാരണ ആർക്ക് വേണം, ഈ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്ക് വേണം. ഫോക്കസ് യുവർ കണ്ടൻറ് അറൗണ്ട് യുവർ യൂസേഴ്സ് നീഡ്സ് ആൻഡ് ലെവൽ ഓഫ് എക്സ്പെക്റ്റേഷൻസ്. സെക്കൻഡ് വൺ ഈസ് കീപ് യുവർ പേജസ് ഷോർട്ട്. Website readers are not interested in long pages. Keep your content to lesser than 1000 characters per page. If you need to write an article, find subsections and write each subsection as a standalone page. Write clearly and simple. അതായത് ലോങ് പേജസ് ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യം ആർക്കും കാണത്തില്ല. ഈ വെബ്സൈറ്റ് വായിക്കുന്ന റീഡേഴ്സിന് കാണത്തില്ല. എപ്പോഴും നമ്മൾ ഒരു പേജിൻ്റെ അകത്ത് 10,000 ക്യാരക്ടേഴ്സ് എന്തായിരിക്കണം, അതിൽ കുറവായിരിക്കണം നമ്മളെപ്പോഴും കണ്ടൻറ്റ് ചെയ്യുന്നത്. ഇഫ് യു നീഡ് ടു റൈറ്റ് ആൻ ആർട്ടിക്കിൾ, അതായത് നിങ്ങളൊരു ആർട്ടിക്കിൾ എഴുതാൻ തീരുമാനിച്ചാൽ അതിൻ്റെ അകത്ത് സബ്സെക്ഷൻസും കാണണം. അതായത് ഓരോ പാരഗ്രാഫായിട്ട് വേണം എന്ത് ചെയ്യണം, ഓരോന്ന് തിരിച്ചെഴുതാനായിട്ട്. അത് കഴിഞ്ഞ ശേഷം എന്തായിരിക്കും, ക്ലിയർ ആയിട്ട് വേണം ആ കണ്ടൻറ്റ് എഴുതാൻ. പിന്നെ എന്തായിരിക്കണം, സിമ്പിളായിരിക്കണം. അപ്പോൾ എപ്പോഴും എഴുതുന്ന പേജ് എന്തായിരിക്കണം, ഷോർട്ടായിരിക്കണം. ഷോർട്ടായിട്ടുള്ള മെസ്സേജസ് ആയിരിക്കും ആദ്യം വ്യൂവേഴ്സിന് എന്ത് ചെയ്യുന്നത്, ക്യാച്ച് ചെയ്യുന്നത്. ലോങ് മെസ്സേജസ് ഒന്നും ആരും വായിക്കാൻ എന്ത് ചെയ്യത്തില്ല, തയ്യാറാവത്തില്ല. പിന്നെന്താണ്, സിമ്പിൾ ലാംഗ്വേജിലാണ് അത് എഴുതുന്നതെങ്കിൽ ആൾക്കാർക്ക് യൂസേഴ്സിനെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഗ്രാസ്പ് ചെയ്തെടുക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, ഡിസ്ക്രിപ്റ്റീവ് ടൈറ്റിൽസ്. ദ ടൈറ്റിൽ ഓഫ് യുവർ ടെക്സ്റ്റ് ഷുഡ് ടെൽ ദ റീഡർ വാട്ട് ഇറ്റ് ഈസ് അബൌട്ട്. റീഡേഴ്സ് വാണ്ട് ടു നോ വാട്ട് ദ പേജ് കണ്ടെയ്ൻസ്. എ ഗുഡ് ടൈറ്റിൽ വിൽ ടെൽ ദം. അതായത് ഒരു വെബ്സൈറ്റിൽ കയറുന്ന റീഡർ എന്ന് പറയുന്നത് എപ്പോഴും ടൈറ്റിൽ നോക്കിയിട്ടായിരിക്കും അതെന്ത് ചെയ്യുന്നത്, വ്യൂ ചെയ്യുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് എന്തായിരിക്കണം, വളരെ ക്ലിയർ ആയിരിക്കണം. ആ കണ്ടൻറ്റുമായിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ആ ടൈറ്റിലിൽ നിന്ന് ആ യൂസർക്ക് മനസ്സിലാവണം എന്തൊക്കെ കണ്ടൻറ്റുകളാണ്, എന്ത് കണ്ടൻറ്റാണ് അതിൽ ആഡ് ചെയ്തേക്കുന്നത് എന്ന്. നെക്സ്റ്റ് വൺ ഈസ് ക്ലിയർ ആൻഡ് സിമ്പിൾ ലാംഗ്വേജ്. വിത്ത് വെബ് കണ്ടൻറ്റ് യു ആർ റൈറ്റിംഗ് ഫോർ ആൻ ഇൻ്റർനാഷണൽ ഓഡിയൻസ് ആൻഡ് റിമെമ്പർ all readers do not have the same proficiency in English language. You can also add examples. എപ്പോഴും നമ്മൾ വെബ്സൈറ്റിലെ കണ്ടൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം, സിമ്പിൾ ലാംഗ്വേജ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ആ സിമ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യൂസേഴ്സ് ഒരിക്കലും മെനക്കെടത്തില്ല അത് വായിക്കാനായിട്ട്. അപ്പം ക്ലിയറും സിമ്പിളുമായിട്ടുള്ള ലാംഗ്വേജസ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും കണ്ടൻറ്റിനെ പറ്റിയിട്ടുള്ള എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യണം. അത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഈ എക്സാമ്പിൾസ്.
അതായത് നമ്മളൊരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് നോക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിലോ അതുപോലുള്ള വെബ്സൈറ്റുകളിൽ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ നോക്കുന്നത്, സിമ്പിൾ ലാംഗ്വേജ് അതുപോലെ ഇമേജസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ അല്ല എക്സാമ്പിളൊക്കെ കൂടുതലുള്ള സൈറ്റുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് കയറി നോക്കുന്നത്. So you can also add examples to make it even easier for reader to understand. Next one is break it up. If you want your web content to be user friendly, make it digestible. That means breaking it into small chunks, usually with one main idea in a paragraph. അതായത് എപ്പോഴും നമ്മൾ ഒരു മെയിൻ കണ്ടൻറ്റിനെ ഡിഫറെൻറ്റ് പാരഗ്രാഫ്സ് ആയിട്ട് വേണം കണ്ടൻറ്റ് റൈറ്റ് ചെയ്യാനായിട്ട്. ഒരു മെയിൻ ഐഡിയ ഒരു പാരഗ്രാഫിൽ ഉൾക്കൊണ്ടിരിക്കണം. അതായത് വെബ് കണ്ടൻറ്റ് എപ്പോഴും യൂസർ ഫ്രണ്ട്ലി ആണെങ്കിൽ മാത്രമേ അവർക്കത് ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടത്തുള്ളൂ. ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ ടു മേക്ക് ദ ആർട്ടിക്കിൾ റീഡർ ഫ്രണ്ട്ലി ബൈ ആഡിങ് എ സബ് ഹെഡിങ് ഫോർ ഈച്ച് മെയിൻ ഐഡിയ. ദാറ്റ് മീൻസ് that readers will be able to glance at the subheading and pick out the main ideas. Next one is do not copy printed materials. One of the most common mistakes that a beginning website owner does is to just copy and paste the marketing materials from the pamphlets onto the website. Writing for the web needs to be different from writing for print. അതായത് ഒരു ബിഗിനിങ് വെബ്സൈറ്റ് ഓണേഴ്സിന് എപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് അവരുടെ പാംലെറ്റ്സിൽ നിന്നോ അല്ലെങ്കിൽ വേറെ വെബ്സൈറ്റിൽ നിന്നോ ഒക്കെ കോപ്പി ചെയ്ത് മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ അതൊരിക്കലും പാടില്ല. പ്രിൻറ്റഡ് മെറ്റീരിയൽസ് ഒരിക്കലും എന്ത് ചെയ്തത് നമ്മുടെ വെബ്സൈറ്റിലോട്ട് കോപ്പി ചെയ്ത് എടുക്കരുത്. ദെൻ യൂസ് ഇമേജസ്. യൂസ് റെലവൻറ്റ് ഇമേജസ് ടു കോംപ്ലിമെൻറ്റ് യുവർ ടെക്സ്റ്റ് ആൻഡ് എൻഹാൻസ് യുവർ സൈറ്റ്സ് വിഷ്വൽ അപ്പീൽ. Ensure that the images are of excellent quality and clarity. അതായത് നേരത്തെ നമ്മൾ വെബ്സൈറ്റ് ക്രിയേഷൻ്റെ അകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇമേജസ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തായിരിക്കും, ആൾക്കാർ കൂടുതൽ കയറുന്നവരും എന്താണ് ഈ കണ്ടൻറ്റുകൾ വായിക്കാൻ നോക്കത്തില്ല, ഇമേജസ് ആയിരിക്കും നോക്കുന്നത്. അപ്പം ഈ ഇമേജസിൽ നിന്നും റെലവൻ്റ് ആയിട്ടുള്ള ഇമേജസിൽ നിന്നും അവർക്ക് എന്ത് മനസ്സിലാക്കണം, നമ്മൾ എന്തൊക്കെ കണ്ടൻറ്റുകളാണ് ആഡ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാക്കണം. 1000 വേർഡ്സ് കൊണ്ട് ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും ഏറ്റവും എഫക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ആപ്റ്റായിട്ടുള്ള ഒരു ഇമേജ് അവിടെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ആ കൊടുക്കുന്ന ഇമേജസ് നല്ല ക്ലാരിറ്റിയിലും ക്വാളിറ്റിയുമുള്ള എക്സലൻ്റ് ഇമേജസ് ആയിരിക്കണം നമ്മുടെ ആ വെബ്സൈറ്റിൽ പ്ലേസ് ചെയ്യാനായിട്ട്. ഈ ഇമേജസൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു വിഷ്വൽ അപ്പീൽ എന്ത് ചെയ്യുന്നു, ഈ വെബ്സൈറ്റിന് കിട്ടുന്നു. അതുകൊണ്ടാണ് ഇമേജസ് എപ്പോഴും നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യണമെന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് വൺ ഈസ് യൂസ് ദ ഇൻവേർട്ടഡ് പിരമിഡ് മെത്തേഡ്. മെനി പ്രൊഫഷണൽ വെബ് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് and bloggers recommended this method of web content. Put your conclusions at the beginning of your page content and work backwards from here. കൂടുതലായിട്ട് ഈ നല്ല പ്രൊഫഷണൽ ആൾക്കാർ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സൊക്കെ പറയുന്നത് എന്തായിരിക്കും എന്നറിയാമോ, ഈ വെബ് കണ്ടൻറ്റിൻ്റെ അകത്തെ കൺക്ലൂഷൻസൊക്കെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണമെന്ന് പറയുന്നു. അതായത് ഈ ഇൻവേർട്ടഡ് പിരമിഡ് മെത്തേഡ് കൊണ്ട് യൂസേഴ്സിന് എന്താണ് ആ വെബ്സൈറ്റിൽ ഉൾക്കൊണ്ടേക്കുന്ന കണ്ടൻസിൻ്റെ ഒരു ക്ലിയർ ഇമേജ്, ഒരു കൺക്ലൂഷൻ എന്ത് ചെയ്യുന്നു, അവർക്ക് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഇൻവേർട്ടഡ് പിരമിഡ് മെത്തേഡ് യൂസ് ചെയ്യണമെന്ന് പറയാൻ കാരണം. ലാസ്റ്റ് വൺ ഈസ് ബിൽഡ് ട്രസ്റ്റ്. ബി ഫാക്ച്വൽ ആക്യുറേറ്റ് വിത്ത് യുവർ വെബ്സൈറ്റ്. Ensure that the content is free from spelling mistakes and grammatical errors. Build trust among the readers. അതായത് എപ്പോഴും നമ്മൾ കസ്റ്റമേഴ്സിനോട് എന്തൊരു നീതി പുലർത്തിയിരിക്കണം. കാരണം നമ്മൾ കണ്ടൻറ്റിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊന്നുമില്ല, ഗ്രാമാറ്റിക്സ് ഒന്നുമില്ല എന്ന് എപ്പോഴും എൻഷുർ ചെയ്തതിന് ശേഷം മാത്രമേ കണ്ടൻറ്റ്സ് വെബ്സൈറ്റിൽ എന്ത് ചെയ്യത്തുള്ളൂ, ആഡ് ചെയ്യാവൂ. യൂസേഴ്സ് കയറുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഈ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ വെബ്സൈറ്റിൽ കയറുന്നത്. അപ്പം ഈ വെബ്സൈറ്റ് ഓണേഴ്സ് എപ്പോഴും എൻഷുർ ചെയ്തിരിക്കണം നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റ്
സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊന്നുമില്ല, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒന്നുമില്ല എന്നുള്ളത് എൻഷുർ ചെയ്തിരിക്കണം. വെബ്സൈറ്റിനെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ, ഇൻക്ലൂഡ് only content which confirms to the purpose of your website. Second one, protect privacy and respect copyright. Third one, keep your content up to date. Then publish your contact details. Last one, invite people to report errors and then fix it. നേരത്തെ ലെക്ചേഴ്സിലൊക്കെ നമ്മൾ വെബ്സൈറ്റിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അതിൻ്റെ അകത്ത് കണ്ടൻസ് അപ് ടു ഡേറ്റ് ആയിരിക്കണം. പിന്നെന്തായിരിക്കണം, പബ്ലിഷ് ചെയ്യുന്ന അതായത് ആ ഓണറുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരിക്കണം. പിന്നെ എന്തെങ്കിലും എറേഴ്സ്, അതായത് ഈ യൂസേഴ്സ് എന്തെങ്കിലും എറേഴ്സ് കാണിക്കുകയാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് അത് കറക്റ്റ് ചെയ്തിട്ട് വേണം പിന്നീട് എന്ത് ചെയ്തത് പബ്ലിഷ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഗൈഡ് ലൈൻസ് ഫോർ ഗുഡ് റൈറ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ, നോ യുവർ ഓഡിയൻസ്, keep your pages short, descriptive titles, clear and simple language, break it up, do not copy printed materials, use images, use the inverted pyramid method. Last one, build trust. എല്ലാം ഒരു തവണ ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. എസ്സേക്കകത്തൊക്കെ പാർട്ടായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വെബ്സൈറ്റിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഗൈഡ് ലൈൻസ് ഫോർ ക്രിയേറ്റിംഗ് എ ഗുഡ് വെബ്സൈറ്റ്, ഇതൊക്കെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസാണ്. എല്ലാവരും പഠിക്കുക. ടുഡേയ്സ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ആർ ദ ഗൈഡ് ലൈൻസ് ഫോർ ഗുഡ് റൈറ്റിംഗ്?